Welcome to CUET Tutorial, Kerala's #1 test taking platform for CUET. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈസ് എ ന്യൂ പ്ലേലിസ്റ്റ് ഇൻ ആ യൂട്യൂബ് ദാറ്റ് ഈസ് GK ട്യൂട്ടർ. സോ എന്താണ് GK ട്യൂട്ടർ അല്ലേ? CUET-യിൽ നമ്മുടെ ജനറൽ ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജനറൽ നോളജ് ആസ് വെൽ ആസ് കറണ്ട് അഫയേഴ്സ്. സോ അതിനെ നമ്മൾ എങ്ങനെ മാസ്റ്റർ ചെയ്യുന്നു എന്നുള്ള രീതിയിലിരിക്കും അതിൽ ടോപ്പ് മാർക്ക് കിട്ടാൻ. സോ അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് GK ട്യൂട്ടർ ദാറ്റ് വിൽ ബി ലൈവ് ഇൻ യുവർ യൂട്യൂബ് ചാനൽ. സോ അതിൽ കൂടി എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? വാട്ട് ഇൻ ട്യൂട്ടോറിയം വി ഫോക്കസ് ഈസ് ടു ഹാവ് ആൻ എക്സാം ബേസ്ഡ് അപ്രോച്ച്. എങ്ങനെ പരീക്ഷ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താമെന്നാണ്. സോ വി വിൽ ബി ഡിസ്കസിങ് വൺ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യത്തിൽ നിന്ന് അതിന്റെ ആൻസർ പഠിക്കും, അതിനെപ്പറ്റി കുറച്ച് എക്സ്ട്രാ റീഡിങ്ങും കൂടി ചെയ്യും. സോ ദാറ്റ് വിൽ ബി ദ വേ ഇൻ വിച്ച് വി മൂവ് ഫോർവേഡ്. സോ നമുക്ക് ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. So see, the first question, Article 110 of the Indian Constitution pertains to which of the following? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 110 ഈ താഴെ കാണുന്ന ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? See, the first option is A, money bill, B, executive powers of governor, number of seats in the Lok Sabha, none of the above. So these type of questions are called as MCQs. ഒരു ചോദ്യം തരും, 4 ഓപ്ഷൻ തരും, അതിൽ നിന്ന് കറക്റ്റ് വൺ നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ ഇതിന്റെ ആൻസർ ആർട്ടിക്കിൾ 110 എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് പെർടെയിൻസ് ടു മണി ബിൽ. മണി ബില്ലിനെ സൂചിപ്പിക്കുന്നതാണ് ആർട്ടിക്കിൾ 110. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. സോ നിങ്ങൾ അത് എന്തായാലും നോട്ട് ചെയ്ത് തന്നെ വെക്കണം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കുറച്ചൊന്ന് നോക്കിയാലോ അല്ലേ? അത് നമുക്ക് വേണമല്ലോ. സോ എന്താണ് നമ്മുടെ മണി ബിൽ? സി, മണി ബിൽ is a type of legislation that relates to the appropriation of money from the Consolidated Fund of India. എന്ന് വെച്ച് കഴിഞ്ഞാൽ സി, നമുക്ക് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് പല രീതിയിലുള്ള നിയമങ്ങൾ ഇറക്കുന്നതാണ്. അതാരാണ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റിൽ പാർലമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സുമാണ് അത് ചെയ്യുന്നത്. ആ ബില്ല് ഇറങ്ങി അതൊരു പ്രസിഡന്റ് സൈൻ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റിലാണ് ഒരു ഗവർണർ സൈൻ ചെയ്യുമ്പോഴാണ് അതിനെ ഫൈനൽ നിയമമായിട്ട് വരുന്നത്. അപ്പോൾ മണി ബിൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണെന്ന് നോക്കിയേ, ഇറ്റ് ഡീൽസ് വിത്ത് മാറ്റേഴ്സ് സച്ച് ആസ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓരോ കാര്യത്തിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്നത്, അതേപോലെ ഗവൺമെന്റിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് മെയിൻലി ഒരു മണി ബില്ല് ഇറക്കുന്നത്. സോ ഈ മണി ബില്ലും മുഖേന എവിടെ നിന്നാണ് പൈസ ഇറക്കുന്നത്? ദാറ്റ് ഈസ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. നമ്മൾക്ക് ഇന്ത്യയിൽ ബേസിക്കലി 3 തരം ഫണ്ടുകളാണ് ഉള്ളത്, നമ്മുടെ പണം വരുന്നത്. അതിൽ ഒരെണ്ണമാണ് കണ്ടിജൻസി ഫണ്ട്. അതൊരു എമർജൻസി ഫണ്ടാണ്, പ്രസിഡന്റിന് എടുക്കാനുള്ള ഒരു അത്യാവശ്യമോ ഒരു എമർജൻസിയോ വരികയാണെങ്കിൽ എടുക്കാനുള്ള ഫണ്ട്. രണ്ടാമത്തതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ഓക്കെ, മൂന്നാമത് വി ഓൾസോ ഹാവ് എ പബ്ലിക് അക്കൗണ്ട്, അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് ഫണ്ട് ഉണ്ട് നമുക്ക്. അപ്പൊ 3 തരം ഫണ്ടാണ് നമുക്ക് ഉള്ളത്. അതിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് മണി ബിൽ മുഖേന പൈസ എടുക്കുന്നത്. അത്രയും നിങ്ങൾ ബേസിക്കലി ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. അതിനെക്കാട്ടിലും ഡീറ്റെയിൽ ആയിട്ടൊന്നും CUETക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറച്ച് ആർട്ടിക്കിൾസും കൂടി ഒന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 51. ഭയങ്കര ഫേമസ് ആണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതായത് നമ്മുടെ ഇന്ത്യയെ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ചില ഡ്യൂട്ടീസ്. ഇത് തെറ്റിച്ച ഉടനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക എന്നൊന്നും ഇല്ലേ. എന്നാൽ ഇതിൽ ചിലതിന് സെപ്പറേറ്റ് ലോ, നിയമമിറക്കി തെറ്റിച്ചു കഴിഞ്ഞാൽ ശിക്ഷ തരാം. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പോൾ നോക്കി ആർട്ടിക്കിൾ 51 A നോക്കി ആഡ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ ആലോചിക്കേണ്ടത് ഇത് രണ്ടാമത് ആഡ് ചെയ്തതായിരിക്കും. എവിടെ? ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950-ലാണ് ഇറക്കിയത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിന് വേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ നിയമങ്ങളും വിചാരിക്കുന്നതിലും അല്ലെ ചിന്താരീതിയിലും ഒക്കെ മാറ്റങ്ങളുണ്ടാകും. സോ അതിനെ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ലിവിങ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് അമെൻമെന്റ്. ത്രൂ അമെൻമെന്റ് വി ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. സോ 42 അല്ലെങ്കിൽ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് നമ്മൾ ആർട്ടിക്കിൾ 51A കൊണ്ടുവന്നത്. അതും ആരുടെ റെക്കമെൻഡേഷൻ വഴിയാണ്?
സുവറൻസിങ് കമ്മിറ്റി. ഗവൺമെന്റ് പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്മിറ്റി രൂപീകരിക്കും, അവരോട് ഇതിനെപ്പറ്റി പഠിക്കാൻ പറയും, എന്നിട്ട് അവർ റിപ്പോർട്ട് തരും, എന്നിട്ട് അതിനകത്ത് വേണ്ടത് ഗവൺമെന്റ് എടുക്കും, വേണ്ടാത്തത് കളയും. അങ്ങനെ സുവറൻസിങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മൾ ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരുന്നത്. സോ ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക് ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് കുറച്ച് പഠിക്കുക. അതേപോലെ ഈ സുവറൻസിങ് കമ്മിറ്റിയെ പറ്റിയും കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് വേറെ 2-3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് കൂടെ നോക്കിയാലോ. Then we have Article 163. So അവിടെ എന്താണ്? Council of Ministers in states to aid as well as advise the governor. ഗവർണറിന് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കാണും. അവരുടെ ഒരു 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 അഡ്വൈസ് പ്രകാരം വേണം അവർ തീരുമാനങ്ങൾ എടുക്കാൻ. എന്നാൽ ഗവർണറിന് ചില സാഹചര്യത്തിൽ അവരെ കേൾക്കാതെയും എടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് ആർട്ടിക്കിൾ 74. ഞാൻ ഇത് പറയാൻ കാര്യം ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റേറ്റ് ആണെങ്കിൽ ആർട്ടിക്കിൾ 74 നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവിടെ ആരാ ഉള്ളത്? അവിടെ പ്രസിഡന്റ് ആണ്. അപ്പം പ്രസിഡന്റിന് ആർട്ടിക്കിൾ 74 വഴി ദർ ഇസ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി പ്രസിഡന്റ്. 163 ഗവർണർ ആകുമ്പോൾ ആർട്ടിക്കിൾ 74 പ്രസിഡന്റ് ആകുന്നു. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ഈസ് ആർട്ടിക്കിൾ 200. ഇവിടെ എന്താണ്? അസൈൻ ടു ബിൽസ് ബൈ ദ ഗവർണർ. ഗവർണറിന്റെ കയ്യിൽ ഒരു ബില്ല് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കി കൊണ്ടുവെക്കുവാണ്. അപ്പോൾ അത് ഗവർണർ ഒപ്പിടുമ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമമാകുന്നത്. ഇതിനെ ഡീൽ ചെയ്യുന്ന ഗവർണറിന്റെ പവറാണ് ആർട്ടിക്കിൾ 200. ഓക്കെ, സോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള സം ഓഫ് ദി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ഇതാണ്. ഇതല്ലാതെ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി പലതരം ആർട്ടിക്കിൾസ് പഠിക്കും, റിവേഴ്സ് പഠിക്കും, ഓക്കെ, ഡിഫറെന്റ് ഡിസീസസ് പഠിക്കും. So that all we will be studying through questions. So stay in touch, follow us. Thank you so much.